സഹോദരങ്ങളെ, ആഗമനകാലം 12 ദിവസത്തെ ധ്യാന വിഷയം പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ചാണ്. പ്രിയ സഹോദരി സഹോദരന്മാരെ, ക്രിസ്തുവിൻ്റെ ജനനത്തിനായി നാം ഒരുങ്ങുന്ന ഈ ആഗമനകാലത്തിൽ നമ്മുടെ പ്രാർത്ഥനാ ജീവിതം ശക്തിപ്പെടുത്താനുള്ള സുവർണ അവസരമാണ് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത്. പ്രാർത്ഥന എന്നത് ദൈവവുമായുള്ള നമ്മുടെ ആത്മബന്ധം പുതുക്കുന്നതും അവൻ്റെ അനന്തമായ ശക്തി നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നതുമായ ഒരു പാലമാണ്, എ ബ്രിഡ്ജ്. നാം പലപ്പോഴും നമ്മുടെ സ്വന്തം കഴിവുകളിലും ലോകത്തിൻ്റെ പരിഹാര മാർഗങ്ങളിലും ആശ്രയിക്കുന്നു. എന്നാൽ പ്രാർത്ഥനയിലൂടെ നാം നമ്മേക്കാൾ വലിയൊരു ശക്തിയിലേക്ക് തിരിയേണ്ടത് ആവശ്യമാണ്. വിശുദ്ധ ഗ്രന്ഥം മുഴുവനും പ്രാർത്ഥനയുടെ ശക്തിക്ക് സാക്ഷ്യം വഹിക്കുന്നു. ഏലിയ പ്രവാചകൻ്റെ പ്രാർത്ഥന മൂലം ആകാശം 3.5 വർഷം അടഞ്ഞുകിടന്നു. വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ മഴ പെയ്തു. മറിയത്തിൻ്റെ ആമേൻ എന്ന പ്രാർത്ഥന മറുപടിയിലൂടെയാണ് രക്ഷകൻ ഈ ലോകത്തിലേക്ക് പിറന്നത്. യേശുക്രിസ്തു തൻ്റെ പരസ്യ ജീവിതത്തിൽ ഉടനീളം പ്രാർത്ഥനയ്ക്ക് വലിയ പ്രാധാന്യം നൽകി. കർത്താവിൻ്റെ ജീവിതത്തിലെ ഓരോ നിർണായക നിമിഷവും പ്രാർത്ഥനയോടൊപ്പമായിരുന്നു. പ്രാർത്ഥന, സഹോദരങ്ങളെ, കേവലം നമ്മുടെ ആവശ്യങ്ങൾ ഉന്നയിക്കൽ മാത്രമല്ല, ദൈവഹിതത്തിന് നമ്മെ തന്നെ വിട്ടുകൊടുക്കലും കൂടിയാണ്. അത് നമ്മുടെ ഉത്കണ്ഠകളെ കർത്താവിൻ്റെ പക്കൽ ഏൽപ്പിച്ചു കൊടുത്ത് സമാധാനം കണ്ടെത്തുന്ന മനോഹരമായ ഒരു പ്രക്രിയയാണ്. ആഗമനകാലത്തിലെ കാത്തിരിപ്പ് പ്രാർത്ഥനയോടെയുള്ള ജാഗ്രതയുടെ കാത്തിരിപ്പാണ്. നമ്മുടെ കുടുംബങ്ങളിലും സമൂഹത്തിലും സമാധാനവും സ്നേഹവും നിറയാൻ പ്രാർത്ഥന അത്യന്താപേക്ഷിതമാണ്. പ്രാർത്ഥിക്കുന്ന കുടുംബം ഒരുമയോടെ നിലനിൽക്കും. കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. പ്രാർത്ഥന നമ്മിലെ സ്വാർത്ഥതയെ ഇല്ലാതാക്കി മറ്റുള്ളവരെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നു. അതിനാൽ ഈ ആഗമനകാലത്തിൽ നമുക്ക് കൂടുതൽ തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവിനെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ പ്രാർത്ഥനയിലൂടെ നമുക്കൊരുങ്ങാം. ആമേൻ.